ഹായ് അസ്സലാമു അലൈക്കും. കിച്ചൺ പലാസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്യാരറ്റ് റൈസ് പായസമാണ്. ക്യാരറ്റ് പായസം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇത്ര വലിയ ടേസ്റ്റൊക്കെ ഉണ്ടാവുമോ ഇത്? പക്ഷേ നമ്മുടെ പാലട പായസം അല്ലേ, പിങ്ക് കളറുള്ള പാലട പായസം, അതിൻ്റെ സെയിം ടേസ്റ്റാണ് ഈ പായസത്തിനുള്ളത്. നല്ല ടേസ്റ്റുള്ള ഒരു വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു പായസമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് കുറച്ച് വലുപ്പം കൂടുതലുള്ളത് കൊണ്ടാണ് 3 എടുത്തത്. നോർമൽ സൈസ് ആണെങ്കിൽ 4 എടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരിയില്ല, ജീരകശാല റൈസ്, കൈമ റൈസ് എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ അരിയായിട്ടുള്ള ആ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ml കപ്പിന് വെറും 1/2 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഒരു അരി തന്നെ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു നെയ്ച്ചോറിൻ്റെ സ്മെല്ല് ഈ ഒരു പായസത്തിൻ്റെ ടേസ്റ്റിന് ഒരു പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ ഒരു അരി ഞാൻ കഴുകി ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന റൈസ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി ഈ റൈസിലേക്ക് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. ഇതൊന്ന് തിള വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം വളരെ സിമ്മിൽ വെച്ച് കൊടുത്തുകൊണ്ടാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റി പോവും. ഇപ്പോൾ ഇതാ ഇതിന് തിള വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം സിമ്മിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ക്യാരറ്റ് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. റൈസ് ഇതപ്പോൾ വെന്തിട്ടുണ്ട്. നല്ല കറക്റ്റ് വേവാണ്. കൂടുതൽ വെന്തുടയാൻ പാടില്ല. ഇതുപോലെ കറക്റ്റ് വേവായിരിക്കണം. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പം റൈസും നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ക്യാരറ്റും ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. റൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അത് നമുക്ക് പായസത്തിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ക്യാരറ്റ് നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. നല്ല ക്രീമായിട്ട് നമ്മൾ ക്യാരറ്റ് അരച്ചെടുക്കണം. അപ്പോൾ ഇനി ക്യാരറ്റ് അരച്ചെടുക്കുകയാണ്. ക്യാരറ്റ് അരച്ചെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ക്യാരറ്റ് വേവിച്ചപ്പോൾ അതിൽ വേവാൻ ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലേ, അത് കുറച്ച് വെന്ത് കഴിയുമ്പോഴും ആ വെള്ളം അതിലുണ്ടാവും. അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇതാ കണ്ടോ, നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് അരിപ്പയിലൂടെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വേവിച്ച ക്യാരറ്റ് ആയതുകൊണ്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചുഴറ്റി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതേ സെയിം മിക്സിയിൽ തന്നെയാണ് നമ്മൾ റൈസ് ക്രഷ് ചെയ്തെടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മാത്രം മതി. അതൊന്ന് ക്രഷ് ആയാൽ മാത്രം മതി. നമ്മൾ പൊടിയരി പോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മാത്രം മതി. കൂടുതൽ അരഞ്ഞു പോവരുത്. നമ്മൾ ഈ എടുത്ത എമൗണ്ട് വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാൻ ഏകദേശം 1 ലിറ്റർ പാലാണ് ആവശ്യം. അപ്പോൾ അതിൽ നിന്ന് വളരെ കുറച്ച് പാല് നമ്മൾ ഈ റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇതെന്തിനാണെന്ന് ഞാൻ ക്രഷ് ചെയ്തതിന് ശേഷം പറയാം. ഇതാ കണ്ടോ, നമ്മളിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. നമ്മുടെ മിക്സി ഒരു 2 സെക്കൻഡേ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളൂ. ഇതുപോലെ നമ്മൾ പൊടിയരി പോലെ വേണം ആയിട്ട് എടുക്കാൻ, എന്നാലേ ഇത് കടിക്കാനുണ്ടാവുള്ളൂ. ഇനി ഇത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ ക്യാരറ്റിൻ്റെ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ്, ഈ മിക്സ് ചെയ്യാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ കുറച്ച് പാലൊഴിച്ച് കൊടുത്തത്. നമ്മൾ പാലൊഴിച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിൽ കട്ട പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് നേരം ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നമ്മൾ പാലൊഴിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1 ലിറ്റർ പാലില്ലേ, മിക്സിയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തതിൻ്റെ ബാലൻസ്, അത് മുഴുവനായിട്ട് തന്നെ ഇതിൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ യോജിപ്പിക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മളിത് ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതിൽ ജസ്റ്റ് ഒന്ന് ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിത് വളരെ ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഇത് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തത്. എന്നിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് കുറച്ചുകൂടി പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 390 ഗ്രാമിൻ്റെ ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തത്. പക്ഷേ ഇതിൽ മുഴുവനായിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ മുൻപ് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് ഈ ഒരു ടിന്നിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം കുറച്ച് മധുരത്തിൻ്റെ ആവശ്യം ലാസ്റ്റ് വരും. അത് നമുക്ക് ലാസ്റ്റ് കുറച്ചൊന്ന് കുറുകിയതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പഞ്ചസാരയേക്കാൾ കൂടുതൽ എമൗണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് ഇതിൽ ചേർക്കേണ്ടത്. കാരണം ഈ ഒരു പായസത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് നൽകുന്നത് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ നമ്മൾ കൂടുതൽ ചേർക്കാൻ ശ്രദ്ധിക്കണം. നമ്മളിത് നിർത്താതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എന്നൊന്നുമില്ല. നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നിർത്തി ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഫ്ലെയിം നമ്മൾ വളരെ സിമ്മിൽ തന്നെ വെച്ച് കൊടുക്കണം. ഫ്ലെയിം നമുക്ക് കൂട്ടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇത് കുറുകി കിട്ടും. പക്ഷേ ഈ പായസത്തിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അതിന് കിട്ടണമെങ്കിൽ ആ സിമ്മിൽ കിടന്നിട്ട് ഫ്ലെയിം വളരെ സിമ്മിൽ കിടന്നിട്ട് ഇത് കുറുകി വരുമ്പോഴാണ് ആ ഒറിജിനൽ ഒരു പായസത്തിൻ്റെ ആ ഒരു നമ്മുടെ ഒരു അടപ്രഥമനൊക്കെ കിട്ടുന്ന ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ പായസം കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാൾ അളവ് കുറഞ്ഞത് കണ്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാനിപ്പോൾ മധുരം നോക്കുമ്പോൾ എനിക്ക് കുറച്ച് മധുരത്തിൻ്റെ ചെറുതായിട്ട് വളരെ കുറഞ്ഞ അളവിൽ കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് നേരത്തെ ഒഴിച്ച് കഴിഞ്ഞു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കണ്ടൻസ്ഡ് മിൽക്കിൽ നിന്ന് ഞാൻ 2 സ്പൂൺ ആദ്യം മറ്റൊരു ആവശ്യത്തിന് വേണ്ടി എടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾ 1 ടിന്ന് ഫുള്ളായിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരൻ്റെ ആവശ്യമില്ല. ആദ്യം ഇട്ട ഒരു അളവ് തന്നെ മതി. ഇനിയിപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരാനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പായസം റെഡിയാവും. ഇനി ഞാനിതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പായസത്തിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. നമ്മൾ റൈസ് ക്രഷ് ചെയ്തിട്ടത് കൊണ്ട് കണ്ടോ അതാ നമുക്ക് കടിക്കാൻ വേണ്ടി ചെറിയ തരികളായിട്ട് ഇതിൽ കിടക്കുന്നത്. ഇനി നമ്മളൊരു ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കാഷ്യൂം റെസിൻസും കൂടി വറുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ പായസത്തിലേക്ക്. ഇത് നിർബന്ധമൊന്നുമില്ല, ഇതില്ലാതെ തന്നെ പായസത്തിന് നല്ല ടേസ്റ്റാണ്. പക്ഷേ എന്നാലും ഇത് ഇടയിൽ കാഷ്യൂ ഒക്കെ കടിക്കാനുണ്ടാകുമ്പോൾ പായസത്തിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് അതും കൂടി വറുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് റൈസ് പായസം റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മുടെ പിങ്ക് പാലട പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അതുപോലെ സദ്യയിലേക്ക് വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ പായസം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.